ഹലോ ഫ്രണ്ട്സ്, ഇതുപോലെ നമ്മുടെ വീഡിയോയിൽ ഒരു അനിമെ വന്ന് ഡാൻസ് ചെയ്യുന്ന ടൈപ്പ് വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിലെല്ലാം കണ്ടതായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് നേരെ പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം ഒരു എഡിറ്റിംഗ് ആപ്പാണ്. നിങ്ങൾക്ക് കൈൻ മാസ്റ്ററോ VN വീഡിയോ എഡിറ്ററോ ഏത് വേണോ ഉപയോഗിക്കാൻ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ക്യാപ്കട്ട് എന്നുള്ള ആപ്പാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് ആപ്പിൽ ഇതേ പ്രൊസീജിയർ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഞാൻ ആദ്യം ക്യാപ്കട്ട് എന്നുള്ള ആപ്പ് ഓപ്പൺ ആക്കി ന്യൂ പ്രൊജക്റ്റ് എടുത്തു. ഇവിടെ ഞാൻ ഒന്നിലധികം ക്ലിപ്പിലാണ് ഈ ഡാൻസിങ് എഫക്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 വീഡിയോ ക്ലിപ്പും ഒരു ഫോട്ടോയും ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് കൊടുത്തു. നമ്മൾ ആഡ് ചെയ്ത 3 വീഡിയോയും ഒരു ഇമേജും കൃത്യമായിട്ട് ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി. നമ്മുടെ എഫക്റ്റിനൊരു 3-4 സെക്കൻഡ് ലെങ്തുള്ള ഓരോ ക്ലിപ്പായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ലെങ്ത് ഡിസൈഡ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഓരോ ക്ലിപ്പും ഒരു 4-5 സെക്കൻഡ് വെച്ച് കട്ട് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ വീഡിയോ ക്ലിപ്പിനനുസരിച്ച് നിങ്ങൾക്കും കട്ട് ചെയ്യാം. ഇനി നമ്മൾ സ്ക്രോൾ ചെയ്ത് സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നു. ടൈം ലൈനിൻ്റെ ബോട്ടം സൈഡ് മെനുവിൽ നിന്നും ഓവർലേ എടുത്തു. ഇവിടെ ഞാൻ അനിമി ഡാൻസ് ചെയ്യുന്ന ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ക്ലിപ്പ് ഇതിലേക്കൊന്ന് ഓവർലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത വീഡിയോ ക്ലിപ്സൊക്കെ ഒരു 4 സെക്കൻഡ് 3 സെക്കൻഡ് വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും കാണാൻ കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്ലിപ്പ് ഒരു 4 സെക്കൻഡിൽ വന്നു, സെലക്ട് ചെയ്തു, ബോട്ടം സൈഡിൽ നിന്ന് സ്പ്ലിറ്റ് എടുത്തു. ഇനി ആ സെക്കൻഡ് പോർഷൻ ഒന്ന് സെലക്ട് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. ഗ്രീൻ സ്ക്രീൻ ഒന്ന് സെലക്ട് ചെയ്തു, അതും സ്പ്ലിറ്റ് കൊടുത്തു. ഇനി ആ സെക്കൻഡ് വീഡിയോയിലേക്ക് ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് വന്നു. അതിന് ഏകദേശം ഒരു 4 സെക്കൻഡ്, ഓക്കെ 4-5 സെക്കൻഡ് വെച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്തു, സ്പ്ലിറ്റ് എടുത്തു. ആ പോയിന്റിൽ തന്നെ വീണ്ടും ഒന്നും കൂടെ മാർക്ക് ചെയ്ത് ഗ്രീൻ സ്ക്രീൻ സെലക്ട് ചെയ്തു, സ്പ്ലിറ്റ് കൊടുത്തു. റൈറ്റ് സൈഡിൽ വരുന്ന പോർഷൻ സെലക്ട് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. ഇതൊരു ഇമേജാണ്, ഈ റെഡ് കളർ കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതൊരു 4 സെക്കൻഡോളം ഒരു 4-5 സെക്കൻഡേക്ക് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു ഇമേജിലും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾക്കൊരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ ഇടയിലൊരു ഇമേജ് ആഡ് ചെയ്തത്. ഓക്കെ, ഇനി ഫൈനൽ പോയിന്റിൽ വന്നിട്ട് ആ ഗ്രീൻ സ്ക്രീൻ തീരുന്ന ആ പോയിന്റിൽ വന്നിട്ട് ലാസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്തു, ബോട്ടം സൈഡിൽ നിന്ന് സ്പ്ലിറ്റ് എടുത്തു, റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന പോർഷൻ ഡിലീറ്റ് ചെയ്തു. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഗ്രീൻ സ്ക്രീനിൻ്റെ ലെങ്തിനനുസരിച്ച് വീഡിയോ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ വീഡിയോ ഈ ഗ്രീൻ സ്ക്രീനിനെക്കാളും വീണ്ടും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഈ ഗ്രീൻ സ്ക്രീൻ തന്നെ വീണ്ടും ഒന്നും കൂടെ ഒരു കോപ്പി എടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എഡിറ്റിങ്. ഇനി ഓരോ ക്ലിപ്പിൻ്റെ ലെങ്തിനനുസരിച്ച് നമ്മൾ ഈ ഗ്രീൻ സ്ക്രീൻ ഒന്ന് കട്ട് ചെയ്യണം. എങ്കിലേ നമുക്ക് ഓരോ ക്ലിപ്പിലും ഓരോ പോയിന്റിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് വീഡിയോക്ക് ഈക്വലായിട്ട് നമ്മൾ നേരത്തെ ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോർഷൻ ഗ്രീൻ സ്ക്രീൻ ഒന്ന് സെലക്ട് ചെയ്തു, ബോട്ടം സൈഡ് മെനു ഒന്ന് സ്ക്രോൾ ചെയ്ത് ക്രോമാ കീ സെലക്ട് ചെയ്തു, കളർ പിക്കർ എടുത്തു. ഇനി അതിലേത് കളറാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അതിലൊന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ ഗ്രീൻ കളറാണ് റിമൂവ് ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റി സെലക്ട് ചെയ്തു, ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ കളർ അങ്ങ് റിമൂവ് ആയി തുടങ്ങിക്കോളും. നമ്മുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് സെറ്റ് ചെയ്യാം. 100% വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഷാഡോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷാഡോ എന്ന് പറയുന്നത് ആ ഡാൻസ് കളിക്കുന്ന എഫക്റ്റിൻ്റെ ഒരു ഷാഡോ നിഴൽ പോലെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്യൂട്ടാകുന്ന രീതിയിൽ ഷാഡോ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കാറിൻ്റെ ബോണറ്റിൽ വെച്ച് ഷാഡോ എഫക്റ്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഗ്രീൻ സ്ക്രീൻ ഒന്ന് സെലക്ട് ചെയ്ത് ഡാൻസിങ് എഫക്റ്റ് ഒന്ന് കുറച്ച് ലൈറ്റ് വരുന്ന ആ റോഡിലെ പോർഷനിലോട്ട് കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ ക്രോമാ കീ സെലക്ട് ചെയ്തു. ഇൻറ്റൻസിറ്റിയും ഷാഡോ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ആ അനിമി ഒന്ന് സെലക്ട് ചെയ്ത് കാറിൻ്റെ ബോണറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് പ്ലേ ആക്കി നോക്കി, സംഭവം ഓക്കെയാണ്. ഇനി സെക്കൻഡ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ വന്നു. ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സെക്കൻഡ് സെക്ഷൻ ഗ്രീൻ സ്ക്രീനിലൊന്ന് സെലക്ട് ചെയ്തു. ബോട്ടം സൈഡിൽ നല്ല മെനുവിൽ നിന്ന് ക്രോമാ കീ എടുത്തു, കളർ പിക്കർ വെച്ച് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 100 ഏകദേശം 100 വെച്ച് വെച്ചിട്ടുണ്ട്. ഷാഡോയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ടിക്ക് മാർക്ക് കൊടുത്ത് ഇനി ആ അനിമി ഒന്ന് ഡ്രാഗ് ചെയ്ത് കുറച്ചൊന്ന് സൈസ് കാറിൻ്റെ ഒരു ഈക്വൽ ലെവലിലേക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. ഷാഡോ കറക്റ്റായിട്ട് വന്നിട്ടില്ല. വീണ്ടും ആ അനിമി ഒന്ന് സെലക്ട് ചെയ്തു, ക്രോമാക്കി എടുത്തു, ഷാഡോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 78, 80 ഷാഡോ ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഈ ക്ലിപ്പ് എൻഡ് ആവുന്ന ആ പോയിന്റിൽ വന്നു. റെഡ് കാറിൻ്റെ പോർഷനിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയുള്ള ഗ്രീൻ സ്ക്രീൻ സെലക്ട് ചെയ്തു. വീണ്ടും പഴയ അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ബോട്ടം സൈഡിൽ നിന്ന് ക്രോമാക്കി എടുത്തു, കളർ പിക്കർ സെലക്ട് ചെയ്തു, ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്തു, ഷാഡോ അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാനുണ്ട്. അതായത് ഈ എഫക്റ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കാറിൻ്റെ മറു സൈഡിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ്. അതായത് ഇപ്പോൾ ഈ കാറിങ്ങനെ നിൽക്കുകയില്ലേ, ആ ബോണറ്റിൻ്റെ മറു സൈഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു എഫക്റ്റാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഏകദേശം നമുക്ക് എത്ര പോർഷനാണ് വെളിയിൽ കാണേണ്ടത് അത്രയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രാഗ് ചെയ്ത് സൈസൊക്കെ ഒന്ന് സെറ്റാക്കി നമുക്ക് ഇത്രയും പോർഷനാണ് പുറത്ത് കാണേണ്ടത്. ബോട്ടം സൈഡ് മെനുവിൽ നിന്ന് മാസ്ക് എടുത്തു. അതിൽ നിന്ന് ഫസ്റ്റ് ഓപ്ഷൻ സ്പ്ലിറ്റ് എടുത്തു. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരും. ഈ ലൈൻ നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് ഞാനിപ്പോൾ ബോണറ്റിൻ്റെ ലെവലിനനുസരിച്ച് ഒന്ന് ചരിച്ചെടുത്തിട്ടുണ്ട്. ടിക്ക് കൊടുത്തു. അവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് പ്ലേ ആക്കട്ടെ. കാറിൻ്റെ മറു സൈഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇനി ലാസ്റ്റ് ക്ലിപ്പാണ്. ഇവിടെ നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളത്തെ 4th ക്ലിപ്പ് തുടങ്ങുന്ന ആ പോർഷനിൽ വന്ന് നമ്മൾ ഇതിനൊരു കട്ട് കൊടുത്തില്ലായിരുന്നു ഗ്രീൻ സ്ക്രീനിന്. അപ്പോൾ ആ കട്ട് കൊടുക്കാൻ മിസ്സായതുകൊണ്ടാണ് ഇതിലും അങ്ങനെ മാസ്ക് എഫക്റ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ആ കറക്റ്റ് നമുക്ക് എവിടെ വെച്ചാണോ ആ മാസ്ക് റിമൂവ് ആവേണ്ടത് അവിടെ ഗ്രീൻ സ്ക്രീൻ സെലക്ട് ചെയ്തു, കട്ട് കൊടുത്തു, റിമൈനിങ് പോർഷനിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ഗ്രീൻ സ്ക്രീൻ സെക്ഷൻ. വീണ്ടും മാസ്ക് എടുത്തു, സ്പ്ലിറ്റ് അങ്ങ് ബോട്ടം സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് അങ്ങ് റിമൂവ് ആക്കി ഓക്കെ കൊടുത്തു. ഇനി ഈ അനിമി ഡാൻസ് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് ക്രോമാക്കി എടുത്ത് ഒരല്പം ഷാഡോ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഡാൻസ് അല്ലേ, അപ്പോൾ കുറച്ചൊരു നിഴലൊക്കെ ഉണ്ടാവും. ആ ലൈറ്റ് ഇങ്ങോട്ടല്ലേ അടിക്കുന്നത്. ടിക്ക് മാർക്ക് കൊടുത്ത് അവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് പ്ലേ ആക്കട്ടെ. വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനൽ പോർഷനിലുള്ള ആ എൻഡിങ് എന്നുള്ള പോർഷൻ ഒന്ന് സെലക്ട് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. ഇനി നമുക്ക് ഫസ്റ്റ് മുതലൊന്ന് പ്ലേ ആക്കി നോക്കാം. നമ്മുടെ അനിമി ഡാൻസ് ചെയ്യുന്ന വീഡിയോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിലുള്ള ആ എക്സ്പോർട്ട് ഐക്കണിൻ്റെ തൊട്ടടുത്തുള്ള 1080p എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്തു. റെസൊല്യൂഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനാണ് ഞാനത് സെലക്ട് ചെയ്തത്. റെസൊല്യൂഷൻ 1080p തന്നെയാണ്. ഫ്രെയിം റേറ്റ് 30, വാല്യൂസ് എല്ലാം ഓക്കെയാണ്. എക്സ്പോർട്ട് സെലക്ട് ചെയ്തു. നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആ ഓൾ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക.